ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? നമ്മളിന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ആകെ തിരക്ക് പിടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇമ്മക്ക് അജ്മീർ പോയിട്ട് വന്നതാണ്. അപ്പോൾ ഉമ്മാക്കൊക്കെ നല്ല പനിയും കഫക്കെട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇതാ ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടിയിട്ട് ഉമ്മമാനെ കിടത്തിക്കുകയാണ്. അപ്പം ഉമ്മമാക്കൊക്കെ ഇഞ്ചക്ഷൻ വെച്ച് മരുന്നൊക്കെ വാങ്ങിയിട്ട് ഞാൻ അങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അന്നത്തെ ഒരു ദിവസം തന്നെ ഇക്കാൻ്റെ അടുത്തേക്ക് ഇക്കാൻ്റെ ഫ്രണ്ട് പോകുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് അച്ചാറൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അച്ചാറൊക്കെ ഇടുകയാണ്. ഇത് ഞാൻ പപ്പായയും പിന്നെ അതുപോലെ കൈപ്പയ്ക്കും മാങ്ങഞ്ചിയും കൂടെ അച്ചാറിടുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ചെയ്യണത് കേട്ടോ. പിന്നെ അതുപോലെ മാങ്ങച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു, നാരങ്ങച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ 2-3 ഐറ്റം അച്ചാറുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വേഗം വന്നിട്ട് അതിൻ്റെ ശേഷമാണ് കേട്ടോ പിന്നെ ഇതിനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് എടുക്കാനൊന്നുമുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഉമ്മാക്കും വയ്യാത്തതുകൊണ്ട് പിന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ സംഭവമൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പോയി വന്നതിൻ്റെ ശേഷമാണ് പിന്നെ ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ ഉണ്ണിയപ്പമൊക്കെ ചുടാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തുതന്നെ അടുപ്പിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓരോന്നായിട്ട് വേഗം ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്തുതന്നെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഉരുളിയിലാവുമ്പോൾ അച്ചാറൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കൽ കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ പുറത്ത് തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റാണ് കേട്ടോ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഇത് കൊണ്ടു കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി ചൂടാറും ചെയ്യണ്ടേ. അപ്പം ഞാൻ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാതും കഴിഞ്ഞ് വന്നപ്പോഴത്തേന് നേരം 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം വന്നിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തത്. ഉണ്ണിയപ്പത്തിനുള്ള മാവൊക്കെ ഞാൻ കൂട്ട് റെഡിയാക്കി വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നാരങ്ങച്ചാറും പിന്നെ മാങ്ങച്ചാറും പിന്നെ പപ്പായയും കൈപ്പയ്ക്കും മാങ്ങഞ്ചിയും കൂടെ ഉള്ള അച്ചാറുണ്ട്. ഈ അച്ചാർ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ ഞാൻ ഈ അച്ചാറിൻ്റെ റെസിപ്പി ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ അച്ചാർക്ക് ഇടാനുള്ള ഉലുവയും കടുകൊക്കെ വറുത്ത് പൊടിച്ച് വെച്ചതാണ് കേട്ടോ. അതും കൂടെ ഇട്ടിട്ട് ചൂടാറിൻ്റെ ശേഷം അതും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ അച്ചാർ പുളി പാർന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ അത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൂപ്പിൽ വന്ന് പോകും. അപ്പോൾ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അസ്സലാമു അലൈക്കും.